ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വണ്ടിയിൽ എയർ അടിക്കണോ നൈട്രജൻ അടിക്കണോ, പിന്നെ എത്ര നാൾ കൂടുമ്പോഴാണ് നമ്മുടെ വണ്ടിയിലെ എയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഞാൻ നോർമലായിട്ട് എയർ ചെക്ക് ചെയ്യുന്നത് ഒരു 1-2 ആഴ്ചയിൽ കൂടുമ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അത് പമ്പിൽ നിന്ന് ഞാൻ തന്നെ ചെക്ക് ചെയ്യാറാണ് പതിവ്. അപ്പം ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 2-3 PSI മാത്രമേ വ്യത്യാസം വരാറുള്ളൂ. അതപ്പോൾ തന്നെ ഞാൻ ഫില്ല് ചെയ്യാറുമുണ്ട്. ഇപ്പം ഞാൻ എയർ ചെക്ക് ചെയ്തിട്ട് ആൾമോസ്റ്റ് ഒരു 3 weeks 4 weeks എനിക്ക് തോന്നുന്നു, ഒരു മാസം അടുപ്പിച്ചായെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ പമ്പിൽ ആ എയർ ഫില്ലിംഗ് സ്റ്റേഷൻ എന്തോ ഡാമേജ് ആയിട്ട് ഇപ്പോൾ മെയിൻ്റനൻസിലായിരുന്നു. ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് എയറും കറക്റ്റ് ചെക്ക് ചെയ്ത് അതും ഫില്ല് ചെയ്യണം. നമ്മൾ എയർ ഒരുപാട് കുറച്ച് വെച്ച് ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈലേജിനെ അത് അഫക്റ്റ് ചെയ്യും. പിന്നെ ടയറും പെട്ടെന്ന് വിയർ ഔട്ട് ആവും. കറക്റ്റായിട്ടുള്ള രീതിയിൽ എയറൊക്കെ അടിച്ച് പോകുന്നൊരു വണ്ടിയാണെങ്കിൽ ടയർ ലൈഫ് നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ കിട്ടും. പിന്നെ നമുക്ക് ബാക്കി വരുന്നൊരു ഡൗട്ടാണ്, വണ്ടിയിൽ നൈട്രജൻ അടിക്കണോ എയർ അടിക്കണോ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളൊരിതാണ് നോർമൽ കംപ്രസ്ഡ് എയർ. അപ്പോൾ കംപ്രസ്ഡ് എയറിൻ്റെ കമ്പോണൻസ് എന്ന് വെച്ചാൽ 78% അതിന് നൈട്രജനുണ്ട്, ബാക്കി 21% ഓക്സിജനും, ബാക്കി 1% ബാക്കിയുള്ളൊരു ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറും ആയിരിക്കും. അപ്പോൾ അത് വേണോ ഫുള്ളായിട്ടുള്ള നൈട്രജൻ വേണമെന്നാണ് നമ്മളിപ്പോൾ ആലോചിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നൈട്രജൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നൈട്രജന് നോർമൽ എയറിൻ്റെ കാട്ടി മോളിക്കുലർ സൈസ് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ ടയറിൽ നിന്നുണ്ടാകുന്ന എയറിൻ്റെ ലോസ് അത് കുറച്ച് കുറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ നൈട്രജൻ അടിക്കുന്ന കേസിൽ 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 1-2 PSI ആയിരിക്കും കുറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കംപ്രസ്ഡ് എയറാണ് അടിക്കുന്നതെങ്കിൽ അതൊരു 3-4 PSI ആയിട്ട് കുറയാം. അത് നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ടൊരു വ്യത്യാസമൊന്നും അറിയാൻ പറ്റില്ല, എങ്കിലും അതൊരു വ്യത്യാസം തന്നെയാണ്. പിന്നെ ഈ നൈട്രജനിൽ കംപ്രസ്ഡ് എയറിൽ വരുന്നതിൽ ആ 1% ഉള്ളതിൽ വാട്ടർ കാണും. വാട്ടർ അത് നമ്മൾ ഹൈവേയിലൊക്കെ കൂടെ ഓടുമ്പോഴത്തേക്ക് ടയർ ഹീറ്റാവും. അപ്പോൾ ആ വാട്ടർ എക്സ്പാൻഡായി നമ്മുടെ ടയർ പ്രഷർ നമ്മളിപ്പോൾ 32 ബാക്കിൽ അടിക്കുന്നതെങ്കിൽ അത് 33-34 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടയർ പ്രഷർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ടയറും റോഡുമായിട്ടുള്ള കോൺടാക്ട് പേച്ച് കുറയുകയും അതിലൂടെ നമ്മുടെ ടയറിൻ്റെ ഗ്രിപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പലരും പറയാറുണ്ട് 78% നോർമൽ കംപ്രസ്ഡ് എയറിൽ തന്നെ നൈട്രജനാണ്, പിന്നെ പൈസ കൊടുത്ത് മറ്റേത് അടിക്കേണ്ടതുണ്ടോ എന്ന്. അങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാ പെട്രോൾ പമ്പിലും നൈട്രജനും എയറും എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നൈട്രജൻ അടിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് പമ്പിലോട്ട് പോയിട്ട് അതിന് മുമ്പ് വണ്ടി ഒന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യണം. അത് മറന്നുപോയി. കുറച്ച് ദിവസം സ്റ്റാർട്ട് ചെയ്തിടാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വണ്ടി ആൾട്ടർ ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടാത്തത് കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് പണിയുമില്ല, ഫണ്ടുമില്ല. കോളേജിൽ പ്രോജക്റ്റിൻ്റെയൊക്കെ ആവശ്യമായിട്ട് നടക്കുന്നുണ്ട്. വെറുതെ പണിക്കൊന്നും പോകാനും പറ്റുന്നില്ല. ഈ മാസം ഞാൻ അത്യാവശ്യം സേവിങ്സൊക്കെ നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു. അത് ഈ ആക്ഷൻ ക്യാമറയും അതിൻ്റെ ഈ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പൊക്കെ ചെയ്തപ്പോൾ ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ആയിരിക്കും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് ഫൈനാൻഷ്യലി വീണ്ടും സ്റ്റേബിളായിട്ട് ബാക്കി കുറച്ച് ആൾട്രേഷൻ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു സെക്കൻഡറി മീറ്റർ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് സെറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാൻ കുറച്ച് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി എന്ന് നടക്കുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും അതെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പമ്പിലോട്ട് പോകണം. അപ്പോൾ എയർ നല്ല രീതിക്ക് കുറഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അസംഷൻ. കാരണം കുറച്ച് ദിവസമായി ചെക്ക് ചെയ്തിട്ട് ഒരു 4-5 വെച്ച് കുറയും. അപ്പോൾ ഈ പമ്പിൽ പോയി എയറടിക്കുന്ന കാര്യം സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവിടുത്തെ വർക്ക് ഓഫിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓ ഷീറ്റ് 6 ഗൈസ്, നമ്മൾ ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോഴും അണ്ടർ മെയിൻ്റനൻസ് ആണ്. എടാ എയറില്ലടാ. ആമി എയർ അടിക്കില്ല. ആമി കംപ്ലൈൻ്റ് ആയാൽ വീണ്ടും. ഓക്കെ ബൈ. ഞാൻ എയർ അടിക്കാൻ വന്ന കുറേ ആളാണ് അടിച്ചിട്ട്. എടാ ഇന്നലെ പക്ഷേ അടിക്കാനുണ്ടായിരുന്നല്ലോ, ഇന്നലെ ശരിയാക്കിയായിരുന്നോ? ഓക്കെ ബൈ. ഞാൻ അപ്പോൾ തൽക്കാലം എയർ അടിക്കുന്ന ടോപ്പിക്ക് ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ വൈകിട്ട് ഇതിൽ പോയപ്പോഴും അത് ശരിയായിരുന്നു. ഇപ്പോൾ വീണ്ടും എന്തോ കംപ്ലൈൻ്റ് ആയി. അതൊരു സെക്കൻഡ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നൈട്രജൻ ആണോ എയറാണോ അടിക്കേണ്ടതെന്ന കണ്ടൻറ്റ് മാത്രമായിരിക്കും ഞാൻ കവർ ചെയ്തേക്കുന്നത്. മറ്റേ ഞാൻ പാട്ടുപാട്ടിടാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റ ID കൂടെയും എന്നെ കമൻസിലൂടെയൊക്കെ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അക്കൗണ്ടിൻ്റെ ബൈയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.